ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം. പ്രിയം പ്രിയതരത്തിൽ ഇന്നത്തെ അതിഥി സി ശശീന്ദ്രൻ, കടമ്പൂർ. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് സി ശശീന്ദ്രൻ, കടമ്പൂരിന് പ്രിയം പ്രിയതരം എന്ന ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോ താങ്കൾ ഒരു റേഡിയോ മെക്കാനിക്കാണ്. റേഡിയോ മെക്കാനിക് മാത്രമല്ല, ഒരുവിധ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും റിപ്പയർ ചെയ്യല്ലോ. അപ്പോൾ കൂടുതലും റേഡിയോസ് ആണ് റിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ ഒന്നാമത്തെ കാരണം ആകാശവാണിയോടുള്ള ഇഷ്ടം അല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ പറയുന്ന പാട്ടുകളിൽ ഏറ്റവും ആദ്യം പറയുന്ന പാട്ട് ഏതാണ്? കാലം ഒരു പ്രവാഹം. കയ്യെത്തുന്നിടത്താണെന്നു തോന്നും കണ്ടാലഴകുള്ള ചക്രവാളം. കയ്യെത്തുന്നിടത്താണെന്നു തോന്നും കണ്ടാലഴകുള്ള ചക്രവാളം. അടുക്കുമ്പോൾ അകലും, അകലുമ്പോൾ അടുക്കും ആശാചക്രവാളം. എവിടെ തീരമെവിടെ, അവസാന വിശ്രമമെവിടെ? കാലം ഒരു പ്രവാഹം. ആലംബമില്ലാതെ മുങ്ങിയും പൊങ്ങിയും അതിലറിയുന്നു വ്യാമോഹം. ദാർശനികമായി ചിന്തിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പാട്ട്. അപ്പൊ എന്താണിത് ഇങ്ങനെ ഒരു വിചാരമൊക്കെ വന്നത്? പഴയകാലത്തുള്ള സിനിമാ ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇത്തരത്തിലുള്ള ഗാനവും നമ്മുടെ ദാസേട്ടന്റെ ശബ്ദവും അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ. കാലം ഒരു പ്രവാഹം, കാലം ഒരു പ്രവാഹം. ആലംബമില്ലാതെ മുങ്ങിയും പൊങ്ങിയും അതിലലയുന്നു വ്യാമോഹം, ജീവിത വ്യാമോഹം. കാലം ഒരു പ്രവാഹം, കാലം. കയ്യെത്തുന്നിടത്താണെന്നു തോന്നും കണ്ടാലഴകുള്ള ചക്രവാളം. കയ്യെത്തുന്നിടത്താണെന്നു തോന്നും കണ്ടാലഴകുള്ള ചക്രവാളം. അടുക്കുമ്പോൾ അകലും, അകലുമ്പോൾ അടുക്കും ആശാചക്രവാളം. എവിടെ തീരമെവിടെ, അവസാന വിശ്രമമെവിടെ? കാലം ഒരു പ്രവാഹം, കാലം. വെള്ളത്തിലെഴുതിയ വാഗ്ദാനങ്ങൾ, വഴിയിൽ കാണുന്ന സ്വപ്നങ്ങൾ. ഉറങ്ങുമ്പോൾ ഉണരും, ഉണരുമ്പോൾ ഉറങ്ങും ഓരോ പൊയ്മുഖങ്ങൾ. എവിടെ തീരമെവിടെ, അവസാന വിശ്രമമെവിടെ? കാലം ഒരു പ്രവാഹം, കാലം ഒരു പ്രവാഹം. ആലംബമില്ലാതെ മുങ്ങി
മങ്ങിയും പൊങ്ങിയും അതിലലയുന്നു വ്യാമോഹം, ജീവിത വ്യാമോഹം. കാലം ഒരു പ്രവാഹം, കാലം. ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്നോളജി ഇത്രയേറെ വികസിച്ച ഒരു കാലത്ത് നമുക്ക് ഒരുപാട് വിനോദ ഉപാധികളുണ്ട്. പണ്ടാണെങ്കിൽ ആകാശവാണി, റേഡിയോ ഇത് മാത്രമായിരുന്നു നമുക്ക് വിജ്ഞാനം തരുന്നത്, വിനോദം പകരുന്നത്. ഇപ്പൊ ന്യൂസ് പേപ്പറും റേഡിയോ ആണ് അന്നത്തെ കാലത്ത്, നിങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. കാലം ഇത്രയും കടന്നുപോയി, ടെക്നോളജി വികസിച്ചു വന്നു. അപ്പൊ ഇന്നത്തെ ഒരു കാലത്തും റേഡിയോ അതിന്റെ ആ ഒരു പഴയൊരു പ്രതാപം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ഒരു എല്ലാത്തിന്റെ ഒപ്പം ഇതുമുണ്ട്, റേഡിയോയും ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് റേഡിയോ എത്രമാത്രമാണ് ഈ സുന്ദർ ഇലക്ട്രോണിക്സിന് ചെലവാകുന്നത്? റേഡിയോസിനെ കുറിച്ച് പറയുകയാണ്, സുന്ദർ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് റേഡിയോ തന്നെയാണ്. കൂടുതൽ ആൾക്കാരും റേഡിയോവിനെ ചോദിച്ചിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരാണ്, സ്ത്രീകളും അതിലുൾപ്പെടുന്നുണ്ട്. ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10-60 റേഡിയോ ഒരു മാസം നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ എന്റെ ആ ഒരു സംസാരവും ഇതെല്ലാം കേൾക്കുമ്പോൾ ജനങ്ങളത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. നിങ്ങൾ അതായത് ഇങ്ങനെയാണ് റേഡിയോ കേൾക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു കാലത്തും ഇഷ്ടംപോലെ ആൾക്കാർ റേഡിയോ വാങ്ങുന്നുണ്ട്. ഒക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോ അടുത്ത ഗാനം ഞാൻ ഇഷ്ടപ്പെടുന്ന അജ്ഞാത സഖീ ആത്മസഖീ അനുരാഗ നർമ്മദ തീരത്തു നിൽക്കുമി ആകാശ പുഷ്പങ്ങൾ ചൂടി, ആകാശ പുഷ്പങ്ങൾ ചൂടി. LPR വർമ്മ എന്ന സംഗീത സംവിധായകൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. യേശുദാസ് പാടിയ ഗാനം വയലാറിന്റേതാണ്. വരികൾ ഉള്ളതുമതി എന്നാണ് സിനിമ, അല്ലേ? അപ്പോ എടുക്കുന്ന പാട്ടൊക്കെ യേശുദാസിന്റെ പാട്ടുകളാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യേശുദാസിന്റെ 86ാം പിറന്നാളാണ്, ജനുവരി 10 ആണല്ലോ. അപ്പോ അതും കൂടെ ഒരു കാരണമാവുമല്ലേ എല്ലാം യേശുദാസിന്റെ പാട്ടുകൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു അതുല്യ ഗായകന് ഇങ്ങനെ ഒരു, അല്ലെ, ആകാശവാണിയിൽ നമുക്ക് താങ്കൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയതിലും, അല്ലെ, തെരഞ്ഞെടുക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. അപ്പൊ ആ ഗാനം കേൾക്കാം. അജ്ഞാത സഖി ആത്മസഖി. അജ്ഞാത സഖി ആത്മസഖി അനുരാഗ നർമ്മദാ തീരത്തു നിൽപ്പു നീ ആകാശ പുഷ്പങ്ങൾ ചൂടി, ആകാശ പുഷ്പങ്ങൾ ചൂടി. അജ്ഞാത സഖി ആത്മസഖി ഏകാന്ത ഹൃദയ കുടീരത്തിനുള്ളിൽ നീ രാഗപരാഗങ്ങൾ തൂകി, ഏകാന്ത ഹൃദയ കുടീരത്തിനുള്ളിൽ നീ രാഗപരാഗങ്ങൾ തൂകി. ഇന്നെന്തിനെന്റെ ദിവാസ്വപ്നങ്ങളെ വന്നു നീ പുൽകി വിടർത്തി, എന്തിനു വന്നു നീ പുൽകി വിടർത്തി. അജ്ഞാത സഖി ആത്മസഖി മാമക വിജനലതാ സദനത്തിൽ നീ
മഞ്ജിര സിഞ്ചിതം തൂകി മാമക വിജനലദാസദനത്തിൽ നീ മഞ്ജിര സിഞ്ചിതം തൂകി താമരമലർ മിഴിയമ്പുകളോടെ തപസിലക്കാൻ വന്നു എന്തിനു തപസിലക്കാൻ വന്നു അജ്ഞാത സഖി ആത്മസഖി അനുരാഗ നർമ്മദാ തീരത്തു നിൽപ്പുനി ആകാശ പുഷ്പങ്ങൾ ചൂടി ആകാശ പുഷ്പങ്ങൾ ചൂടി അജ്ഞാത സഖി ആത്മസഖി. റേഡിയോ മെക്കാനിക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഒരു വേറെ തന്നെ റൂമായിരിക്കുമല്ലോ നിങ്ങള്. അതിനൊപ്പം ഈ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയം കൂട്ടെന്നും ആകാശവാണിയാണ്, പണ്ടും ഇപ്പോഴും എല്ലാം ആകാശവാണി തന്നെ. അപ്പോൾ ആ ഒരു ഇഷ്ടം എങ്ങനെയാണ്? റേഡിയോ സർവീസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞ് 40 വർഷത്തിന് മുകളിലായി റേഡിയോ സർവീസിംഗ്. റേഡിയോ മെയിനായി ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് റേഡിയോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വീടുകളിൽ. അത് 50 വർഷത്തിന് മുമ്പേ റെയറായിട്ടുള്ള 2-3 വീടുകളിൽ മാത്രമേ റേഡിയോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇറങ്ങിയ റേഡിയോ വാൾവ് റേഡിയോ ആണ്. വാൾവ് റേഡിയോ കഴിഞ്ഞ് ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് പോർട്ടബിൾ റേഡിയോസ് ആയി. അപ്പോൾ റേഡിയോ സ്ഥിരം റിപ്പയറിംഗ് ഡെയിലി ഒരു 5-6 റേഡിയോകൾ ഡെയിലി ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ആ കുട്ടിയുടെ മനസ്സിന്റെ സുഖത്തിന് വേണ്ടി അതൊരു സേവന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ അത് പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും അത് അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. അതെ, നമുക്ക് ഇവിടെ ആകാശവാണിയിൽ പല്ലവി അനുപല്ലവി പ്രോഗ്രാമിന് സമ്മാനമായിട്ട് മുമ്പൊക്കെ റേഡിയോ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ അവിടെ സുന്ദർ ഇലക്ട്രോണിക്സ് നിന്നായിരുന്നു റേഡിയോ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും അവരൊരു റേഡിയോ ഫസ്റ്റ് തരുമ്പോൾ തന്നെ പറയും എന്തൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നല്ല റേഡിയോ അപർണ എന്നുള്ള ബ്രാൻഡുള്ള റേഡിയോ ആണ് വാങ്ങിക്കാറ്. അപ്പം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഉടൻ ഇങ്ങോട്ട് വരണം, നമ്മൾ എന്തും ശരിയാക്കി തരുന്ന അത്രയും സന്നദ്ധരാണ്. എന്ത് തകരാറുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ വരണം എന്നൊക്കെ പറയും അവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോ ഇതേപോലെ ശശീന്ദ്രേട്ടനെ കണ്ടിട്ടാവും പറയുന്നത്. ഈ ഒരു ആസ്വാദനം, അതായത് രാവിലെ മുതലേ തുടങ്ങും, വീട്ടിലെ ആയിരിക്കുമല്ലോ, അപ്പൊ മുതൽ റേഡിയോ വെക്കാൻ തുടങ്ങും. ഇപ്പൊ ഉള്ളതില് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന പ്രോഗ്രാമുകൾ എന്തെല്ലാമാണ്? നന്നായിട്ട് തോന്നുന്ന പ്രോഗ്രാം രാവിലെയുള്ള പ്രോഗ്രാം നമ്മൾ പ്രാദേശികമായിട്ടുള്ള പല അറിയിപ്പുകളും വാർത്തകളും എല്ലാം അറിയാൻ പറ്റും. 8 മണി വരെ അറിയാൻ പറ്റും. അതിനുശേഷവും കണ്ണൂർ ആകാശവാണിയുടെ പരിപാടികളെല്ലാം ഉപകാരപ്രദമായ പ്രക്ഷേപണങ്ങൾ തന്നെയാണ്. ഒന്നും മാറ്റി നിർത്താനാവാത്ത പ്രക്ഷേപണങ്ങളാണ്. പിന്നെ ഉച്ചക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാന പരിപാടി തിങ്കളാഴ്ച തോറും പ്രക്ഷേപണം ചെയ്യുന്ന 70s 60s അങ്ങനെ ബുധനാഴ്ചകളിലുള്ള ഈ പരിപാടി പല്ലവി ശനിയാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഓർമ്മയിലൊരു ഗാനം, ഇത്തരം പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം. എങ്കിലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്. കൂടുതലും നമ്മളിപ്പം, അതായത് പണ്ടൊക്കെ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് അതിങ്ങനെ എന്തൊക്കെയോ പ്രക്ഷേപണം ചെയ്യുന്നു, കുറെ ഇങ്ങനെ കേൾക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ കുറെ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് ഇപ്പം വന്നല്ലോ, ശ്രോതാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു അതാവും കൂടുതൽ ശ്രോതാക്കളെ ഇപ്പൊ കൂടുതൽ റേഡിയോയിലേക്ക് അവർ വരുന്നത്. ഒരു പ്രാവശ്യം പങ്കെടുത്ത് കഴിയുമ്പം പിന്നെ റേഡിയോ കേൾക്കുമ്പം അവർക്ക് അതിന്റെ ഒരു സുഖം മനസ്സിലാവുകയും ഇതേപോലെ ശശീന്ദ്രേട്ടനെ പോലെ ഇങ്ങനെ ഫുൾ ടൈം ഒരു റേഡിയോ ആസ്വാദകരായി മാറുന്നതും കാണാറുണ്ട്. എന്നോട് ചിലവര് കടയിൽ വന്നാ പറയും, ശശിയേട്ടാ റേഡിയോ ഇല്ലാതെ ശരിയാവില്ല, ഭാര്യക്ക് കിച്ചണിൽ എപ്പോഴും നിന്ന് പോയിട്ട് ഇപ്പൊ ആകെ പ്രശ്നമായി, ഇന്ന് തന്നെ തരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു പാട്ട് പറയൂ. അസ്തമന കടലിനരികെ അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാതീരിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു
ചില പാട്ടുകൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോ തന്നെ ഇത് പാടിയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. അതുപോലെ അങ്ങ് പാടിപ്പോയൊരു പാട്ടാണ്. അപ്പൊ ഈ ഒരു ഗാനം ഇത് യേശുദാസിന്റെ പാട്ടാണ് എല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുദാസിന്റെ കൂടെ ഇതിൽ പാടുന്നത് ജാനകിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ജാനകിയാണോ? ജാനകി പി ശശീല. നമുക്ക് എടുത്തു പറയേണ്ട ഗായികമാർ ജാനകി പി ശശീല. അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മളെ മനസ്സിന്റെ ഒരു ഇതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗായകന്മാരും ഗായികമാരും. എസ് ജാനകിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് രണ്ടാളും പി ശശീലയും ടോപ്പ് ഗായികമാരാണ്. ഞാനിത് ശബ്ദം കേട്ടാ ഞാൻ വിചാരിക്കും ഇത് എങ്ങനെ ഈ കണ്ടത്തിൽ നിന്ന് ഉതിർന്ന് വീഴുന്നു എന്നുള്ള ഒരു മനസ്സിന്റെ ഉള്ളിൽ ഇത് ശരിക്ക് പാട്ടിനോട് അടുത്ത് ബന്ധപ്പെട്ട് ഞാൻ റേഡിയോന്റെ അടുത്ത് നിന്ന് പാട്ട് വെക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ശരീരത്തിനുള്ള രോമാഞ്ചം ഇളകി വരുന്നുണ്ട്. പാട്ട് മാത്രം ശ്രദ്ധിച്ചിട്ട് ആ കാലഘട്ടത്തിൽ പാടിയ പാട്ടുകൾ. ആ എസ് ജാനകിയുടെ പാട്ടിനൊപ്പം ശാരദ അഭിനയത്തിലാണെങ്കിലും പിന്നെ പറയാനില്ല. അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അധികം ഈ പ്രേം നസീർ ശാരദ അതൊരു വലിയൊരു കോമ്പിനേഷൻ ആയിട്ട് പറയാറില്ല. പ്രേം നസീറും ഷീലയും ശാരദയാണ്. പക്ഷെ പ്രേം നസീറിനൊപ്പം ശാരദ അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ അല്ലേ, അത് ഒരു ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു പ്രേം നസീറിന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഇപ്പൊ അഭിനയ സാധ്യതയുള്ള സിനിമകൾ കുറവായിരുന്നു. പക്ഷെ അതിൽ അങ്ങനെ കിട്ടിയതിലൊപ്പം എനിക്ക് തോന്നുന്നു ശാരദയുണ്ട്. അപ്പൊ അതിലെ പാട്ടുകളും അതുപോലെ അഭിനയ രീതി നമ്മളത് ആ ചെറുപ്പകാലത്തിലുള്ള ഏജിന്റെ ഒരു ഇതായിരിക്കും. അത് നമുക്ക് ഇഷ്ടപ്പെടാനും നമുക്ക് അതിനോടുള്ള ഒരു കോമ്പിനേഷൻ എല്ലാവരും മാച്ച്ഡ് പേരാണല്ലോ. അവരെല്ലാവരും കോമ്പിനേഷൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളത് ഇഷ്ടപ്പെടും. പാട്ടിന് വേണ്ടി മാത്രം ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ട്. സിനിമ കാണാൻ പോകുന്നതിന് മെയിൻ ഉദ്ദേശം ഇതാണ്. പാട്ട് വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് നമ്മൾ ഏറെയും പ്രസക്തി കൊടുത്തത് ആകാശവാണിയാണ്. ആകാശവാണിയിലൂടെയാണ് ശ്രോതാക്കളിലേക്ക് ഗാനങ്ങൾ എത്തിക്കുന്നു, അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാകുന്നു. മെയിൻ ആകാശവാണിയാണ്. അതിൽ മാറ്റം. പണ്ട് കാലത്ത് നമ്മൾ ഈ ഗാനങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അറിയാൻ ആകാശവാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സിനിമ കാണാനുള്ള സാഹചര്യം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു അതിനുള്ള സൗഭാഗ്യങ്ങൾ. പക്ഷെ എല്ലാവരും ഇപ്പം ഓർമ്മയിൽ ഒരു ഗാനം പോലെയുള്ള പരിപാടികളിൽ അന്ന് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സിനിമകൾ കണ്ടത് എന്നൊക്കെ അതിനെ ഓർത്ത് പറയാറുണ്ട് അല്ലേ. അപ്പോ അന്നത്തെ ആ ഒരു ആസ്വദിക്കുന്ന ആൾക്കാരല്ലേ, എന്തിന്റെയും വിജയം അതാണ്. ആസ്വാദനം ആസ്വദിക്കാൻ ആള് വേണം, അതിനെ മനസ്സിലേക്ക് എടുക്കാനും അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ഓരോ മനുഷ്യനും പകർത്താനും അല്ലെ. സിനിമയിൽ നിന്ന് ഒക്കെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഒരു പഠനം തന്നെയാണ് പല സമയത്തും. ജീവിതത്തിലെ പല കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ ഓരോ അനുഭവങ്ങൾ, അതുപോലെ സമാനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ പാകപ്പെടുത്താനും ഒക്കെ സിനിമകളെ കൊണ്ട് സാധിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു നല്ലതായിട്ട് നമുക്ക് കുറെ സിനിമകൾ കണ്ടു എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊരു സഹൃദയം ഉള്ളിലുള്ള കഴിഞ്ഞ കാലഘട്ടം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം തന്നെയാണ്. സുഖമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറയുന്ന പാട്ട് അസ്തമന കടലിനകലെ. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാതദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാതദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോകമേടയിലേ. പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോകമേടയിലേ. അനുരാഗ വിവശയമേതോ നായിക അയച്ചതാവാമവരേ. അനുരാഗ വിവശയമേതോ നായിക അയച്ചതാവാമവരേ അയച്ചതാവാമവരേ. അസ്തമന
കരയുടെ കാതിൽ പറയും. അവർ പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും. തിരയുടെ വെള്ള പളുങ്കുതാളിൽ, തിരയുടെ വെള്ള പളുങ്കുതാളിൽ തീരം മറുപടി എഴുതും. തീരം മറുപടി എഴുതും. അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരു ദൂരിയച്ചു, നിങ്ങളെ ആരു ദൂരിയച്ചു. സി ശശീന്ദ്രൻ കടമ്പൂർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ ഇപ്പോ എന്റെ ഭാര്യ സജിത, മകൻ സിജിൽ, മകൾ ശിൽജ, മകന്റെ ഭാര്യ അശ്വതി. ഇവരും കുഞ്ഞുമക്കളും. മകൾക്ക് 2 കുട്ടികളാണ്, മകൻ ഒരു കുട്ടി. മകള് ഇപ്പൊ കൂടെയുണ്ടോ? മകള് കൂടിയുണ്ട്. കടമ്പൂര് വീട്ടിലാണ് ഇപ്പൊ എല്ലാരും താമസിക്കുന്നത്. മോനും മോളും ഫാമിലി എല്ലാരും ഒരുമിച്ച് താമസിക്കും. അപ്പൊ അച്ഛൻ മാത്രം എപ്പോഴും ഇങ്ങനെ റേഡിയോ കേൾക്കുമ്പം മറ്റുള്ളവരെന്താ പറയുന്നത്? ഇപ്പൊ ഉള്ള സിറ്റുവേഷനിൽ കിച്ചണിലാണ് റേഡിയോ ഉള്ളത്. രാവിലെ ഭാര്യ എഴുന്നേറ്റ ഉടനെ തന്നെ റേഡിയോ ഓണാക്കും. റേഡിയോ ഓണാക്കി ചില സമയത്ത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് എഴുന്നേൽക്കുന്നത്. അപ്പോ ഈ സമയങ്ങളിലൊന്നും കുട്ടികൾ എഴുന്നേൽക്കാറില്ല. അപ്പോ ആ സമയത്തുള്ള പ്രാദേശികമായിട്ടുള്ള നമ്മുടെ മറ്റുള്ള അറിവുകളും വാർത്തകളും ഒക്കെ കഴിഞ്ഞ് 8 മണിവരെ പ്രോഗ്രാം തടസ്സങ്ങളൊന്നും ഇല്ലാതെ 8 മണിവരെ ആ പരിപാടി കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ചില സമയം കുഞ്ഞുമോളും എന്റെ അടുത്ത പറയാറുണ്ട്, അച്ചാച്ചൻ എന്നാ ഈ റേഡിയോ തന്നെ വെച്ച് കേൾക്കുന്നു. കുഞ്ഞുമോൾ എന്തെങ്കിലും അതിൽ വരുന്ന പാട്ടുകൾ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ എന്ന് പറഞ്ഞാല് കുട്ടിക്കാലത്ത് അവരെ ഞാൻ ഉറക്കുന്നത് എന്റെ പഴയ ഗാനങ്ങൾ കേൾപ്പിച്ചിട്ടാണ്. മൊബൈലിൽ കേൾപ്പിച്ചുകൊണ്ട് അച്ചാച്ചന്റെ പഴയ പാട്ട് കേൾക്കണം എന്ന് പറയും. പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഏത് പാട്ടാണ് അവർ കൂടുതൽ കേൾക്കുന്നത്? അധികവും എസ് ജാനകിന്റെ ഞാൻ വെച്ചു കൊടുക്കുന്ന പാട്ട് താനേ തിരിഞ്ഞും മറിഞ്ഞുന്നുണ്ട്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പിന്നെ PC പാടിയിട്ടുള്ള പിന്നെ ഉറക്ക പാട്ടുണ്ട്. അത് എന്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മയില്ല. പാട്ട് പാടി ഉറക്കാം. ഈ കുട്ടി തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പോലെ ആയിപ്പോയി. ഉറക്ക പാട്ട് പോലെ താനേ തിരിഞ്ഞു മറിഞ്ഞു. അപ്പൊ അതിപ്പോ കേൾക്കുമ്പോ അച്ചാച്ചൻ ഈ പാട്ടെല്ലാം കേട്ടിട്ട് എന്നെ ഉറക്കി ഇപ്പൊ ചോദിക്കുക. അപ്പോ ഒരു ഗാനം പറഞ്ഞൂടെ? ഇനി ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഗാനം നിലയ്ക്കാത്ത ജനലങ്ങളില് യേശുദാസ് പാടിയ പ്രിയംവദയല്ലയോ പറയുകയില്ലയോ പ്രണയ സ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ. പ്രിയംവദയല്ലയോ പറയുകയില്ലയോ പ്രണയസ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ. പ്രിയംവദയല്ലയോ പറയുകയില്ലയോ പ്രണയസ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ.
പൂവനം അസുലഭയൗവനം എനിക്കല്ലയോ എല്ലാം എനിക്കല്ലയോ അഴകിന്റെ പൂവനം അസുലഭയൗവനം എനിക്കല്ലയോ എല്ലാം എനിക്കല്ലയോ അതിലുള്ള പൊയ്കയും വിടരുന്ന പൂക്കളും അരയന്നങ്ങളും എനിക്കല്ലയോ എനിക്കല്ലയോ പ്രിയംവദയല്ലയോ പറയുകയില്ലയോ പ്രണയസ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ. ഇടവകപ്പള്ളിയിൽ ഇനിയൊരു സന്ധ്യയിൽ വരുകില്ലയോ തങ്കം വരുകില്ലയോ ഈ ഇടവകപ്പള്ളിയിൽ ഇനിയൊരു സന്ധ്യയിൽ വരുകില്ലയോ തങ്കം വരുകില്ലയോ മധുരമാം ലജ്ജയിൽ മയങ്ങി നിന്നങ്ങിനെ മനസമ്മതം നീ തരുകില്ലയോ നീ തരുകില്ലയോ പ്രിയംവദയല്ലയോ പറയുകയില്ലയോ പ്രണയസ്വരൂപിണിയല്ലയോ എന്റെ പ്രിയതമയാവുകയില്ലയോ പ്രിയംവദയല്ലയോ. ഈ റേഡിയോ മെക്കാനിക് ആവുക എന്നുള്ള നമുക്ക് ഒരു ജീവിതത്തില് നമ്മൾ ഏത് തൊഴില് വരും എന്നുള്ളത് മുമ്പേ വിചാരിച്ച പോലെ ഒന്നും ആവില്ല. ഇല്ല. അപ്പൊ റേഡിയോ മെക്കാനിക്കിൽ ആണ് എന്റെ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ തോന്നിയത് എപ്പോഴാ? എവിടെയായിരുന്നു പഠിച്ചതൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ? ഞാൻ തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റേഡിയോ റിപ്പയറിംഗ് തന്നെ കോഴ്സ് തന്നെ പഠിച്ചതാണ്. കോഴ്സ് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് നേടിയതിനു ശേഷമാണ്. ഇതിന് പ്രചോദനം നൽകിയത് എന്റെ അച്ഛനാണ്. അച്ഛൻ ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പേ 50 വർഷം മുമ്പേ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അച്ഛൻ വാങ്ങിക്കൊണ്ടെന്ന് അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെ കഴിച്ച് കഴിച്ച് റേഡിയോ റിപ്പയറുകൾ നടത്താറുണ്ട്. അപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ അത്ര വാസനയുണ്ട്, നീ റേഡിയോ മെക്കാനിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഈ വർഷത്തെ കോഴ്സാണത്? അത് 2 വർഷം. 2 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ അത് ചെറുപ്പം മുതൽ തന്നെ വേറൊരു ഫീൽഡിൽ ഞാൻ പോയിട്ടില്ല. എന്റെ ജോബ് തന്നെ ഇലക്ട്രോണിക്സ് ബേസ്. ഇലക്ട്രോണിക്സ് ബേസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും റേഡിയോ. ഓക്കെ. ചിലവര് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വിളിക്കുന്നവര് പറയും അവിടെയൊന്നും ക്ലിയർ ആവുന്നില്ല, റേഡിയോ അത്ര ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു റൂമിൽ റേഡിയോ കേൾക്കും. അതായത് കുറച്ച് ദൂരമുള്ള വീടാണ്, പയ്യന്നൂരാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് ഒരു റൂമില് റേഡിയോ കേൾക്കും, അടുത്ത റൂമിൽ റേഡിയോ കേൾക്കൂല. ഇതൊക്കെ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മള് ഇപ്പൊ സംബന്ധിച്ച് പറയാൻ ആകാശവാണി ഇന്നിപ്പം കണ്ണൂർ FM റേഡിയോ ആണ്, FM ട്രാൻസ്മിഷനാണ്. ഹൈ ഫെഡിലിറ്റി ആയിട്ട് നമുക്ക് സിഗ്നൽ വരുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ആയിരിക്കും അതിന്റെ മെഗാ ഹെർട്സിലുള്ള ക്വാളിറ്റി. FM നമ്മളിപ്പോ ഒരകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളതിന്റെ ആന്റിനെ പൊന്തിച്ച് നമ്മൾ ഒരാൾ അതിലെ കൂടി കടന്നു പോകുമ്പോൾ ചില സമയം ഷെയ്ഡിൽ പ്രവർത്തനം നമുക്കൊരു ഡിസ്റ്റർബൻസ് പോലെ കാണാം. അപ്പൊ അതാണ്. അപ്പൊ നമ്മളിപ്പോ FM ആയതുകൊണ്ട് പറഞ്ഞാല് എത്ര ഹൈ പവർ ട്രാൻസ്മിഷൻ വന്നു കഴിഞ്ഞാലും അതിന് പരിധിയുണ്ട്. അതിന്റെ കിലോമീറ്റേഴ്സിന്റെ പരിധിയുണ്ട്. 50 കിലോമീറ്റേഴ്സ് അല്ലെ 100 കിലോമീറ്റേഴ്സ് എല്ലാം വെറണ്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പവർഫുൾ ആയിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ഇടക്കലെ ഞാൻ ആകാശവാണി കേൾക്കാൻ മലപ്പുറത്ത് നിന്ന് ആളെ വിളിച്ചു, കൊല്ലത്ത് നിന്ന് കണ്ണൂർ ആകാശവാണിയിലേക്ക് വിളിച്ചു. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ടെക്നോളജിക്കൽ വശങ്ങൾ. പിന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് റെയറായിട്ട് നമുക്ക് മറ്റു ജില്ലകളിൽ ആകാശവാണി കിട്ടും. അപ്പൊ അതിന് അവരുടെ ടെക്നോളജി അവരെ ഐഡിയയിൽ ഒരു ആന്റിന ഫിറ്റായി കിട്ടി വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് ചില സമയത്ത് പെർഫെക്റ്റ് ആയിട്ട്
നമുക്ക് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ റേഡിയോയുടെ ക്ലാരിറ്റി കുറയുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാരിറ്റി കുറയുമ്പോൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗം, കറണ്ടിന്റെ ഉപയോഗം മെയിനായിട്ട് പണ്ട് കാലത്ത് നമ്മൾ വെറും ഫിലമെന്റ് ബൾബുകളാണ് വീടുകളിൽ ഉപയോഗിച്ചത്. അപ്പൊ അത് പോയി ഇപ്പൊ LED ബൾബുകൾ വന്നു. LED ബൾബുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലൈനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ സിഗ്നൽസ് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ വരുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെയും കൂടി നമ്മൾ ഇതിന്റെ പ്രവർത്തനം, LED ലൈറ്റിൽ വരുന്ന പ്രവർത്തനം വേഗം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ആകാശവാണി ഉള്ള സിഗ്നൽസ്. അപ്പോ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകിൽ ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കുക, എങ്ങനെ ക്ലിയർ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് റേഡിയോ വർക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതുപോലെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, മെയിൻ ഡിസ്റ്റർബൻസ് ആ കമ്പ്യൂട്ടറിൽ വരിക. FM ആയതുകൊണ്ട് കുറച്ച് നമുക്ക് പിടിച്ച മീഡിയം വേവിലൊന്നും നമുക്ക് ട്രാൻസ്മിഷൻ ക്ലിയർ ആയിട്ട് ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് എവിടെയും കിട്ടുന്നില്ല. അത് ചില പാർട്ടി നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ചേട്ടാ മീഡിയം ബാൻഡ് നമുക്ക് കിട്ടൂലേ, തിരുവനന്തപുരം നമുക്ക് കോഴിക്കോട്ടിലൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയും, ഞാനെന്താ ചെയ്യേണ്ടത്? നമുക്കിതെല്ലാം നമ്മളെ ലെയറിലുള്ള സംഭവങ്ങളാണ്. മൊബൈൽ ടവർ നമ്മൾ ഇതൊക്കെ തന്നെയായിരുന്നല്ലോ പിന്നെ മുമ്പ് അതെ 10-30 കൊല്ലം മുമ്പേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് തിരുവനന്തപുരം, കോഴിക്കോട് ആകാശവാണി നിലയങ്ങളാണ്. അന്ന് പ്രക്ഷേപണ സമയം വളരെ കുറവാണല്ലോ. രാവിലെ 6 മണിക്ക് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 9 മണിക്ക് ക്ലോസ് ചെയ്തു. പിന്നെ 12:30 പ്രാദേശിക വാർത്തയൊക്കെ ഓണുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് അരമണിക്കൂർ കൂടി. പിന്നെ ഇപ്പം ടൈമെല്ലാം കൂട്ടി അങ്ങനെയുള്ള നമുക്കും ഇതേപോലെ ടെക്നോളജി ഒക്കെ മാറി കൂടുതൽ സൗകര്യങ്ങളുണ്ട്. മറ്റേ നമ്മള് ഇതെല്ലാം മറ്റേ ടേപ്പ് ഇതൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും കൂടുതൽ സമയം നമുക്ക് പ്രക്ഷേപണം നീളുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. കണ്ണൂര് ആകാശവാണി സംബന്ധിച്ചുള്ള ടൈം ഓവർ ടൈം എന്ന് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ 3:30 ഇത് എന്റെ ഉള്ളൂ. 11:15 വരെ സമയം. ഓക്കെ, അപ്പൊ ഒരു പാട്ട് പറയൂ. ബാബുരാജിന്റെ മറ്റൊരു സംഗീതം യേശുദാസ് പാടിയ തന്നെ. പൂവും പൊന്നും പുടവയുമായി വരും ഭൂമിയെ പുണരും പ്രഭാതമേ. ഇതിന്റെ സിനിമ സമർപ്പണം എന്നും കാണുന്നുണ്ട്, ഭാര്യയെ ആവശ്യമുണ്ടെന്നും കാണുന്നുണ്ട്. അപ്പൊ ഈ ഇപ്പോഴും കുറെ പാട്ട് പാടി ഒരു വരി പോലും നോക്കാതെയല്ലേ പാടുന്നത്. അപ്പൊ എങ്ങനെ ഇതെല്ലാം ഓരോ പാട്ടും ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കുന്നത്? കാണാതെ പഠിച്ചു വെക്കാനുള്ള കാരണം ചെറുപ്പം മുതൽ എന്റെ ഈ ഒരു റേഡിയോയുടെ കൂടെ പാടി പഠിക്കുകയും ചെയ്തു. പിന്നെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്, പൂങ്കാവ് ക്ഷേത്രത്തിൽ നമ്മൾ പല പരിപാടികൾ അവതരിപ്പിക്കാനും അവിടെ ഉത്സവം വരുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു ബാലജനസഖ്യം, ശ്രേയസ് ബാലജനസഖ്യം എന്ന് പറയും. അപ്പൊ അത് നമ്മളൊരു 5 പേർ ചേർന്നാണ് അത് നമ്മൾ ആദ്യമായിട്ട് അതിനൊരു വിത്ത് പാകിയത്. പിന്നീട് അത് മുളച്ചു വലുതായി. അപ്പൊ കലാപരമായിട്ടുള്ള എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പാട്ടിന് പുറമെ വേറെ എന്താ ഉള്ളത്? പാട്ടിന് പുറമെ ചിത്രരചന, കയ്യെഴുത്ത്. അപ്പൊ നമ്മൾ ഈ ബാലജനസഖ്യത്തിന്റെ ഇതിൽ നമ്മൾ മാസികകൾ ഇറക്കാറുണ്ട്, കയ്യെഴുത്ത് മാസികകൾ. അപ്പൊ അതിൽ നമ്മൾ മുഖചിത്രങ്ങൾ, മറ്റുള്ള കഥകളിൽ ഉൾക്കൊണ്ടുള്ള ചിത്രങ്ങൾ, കയ്യെഴുത്തുകൾ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു. അതൊരു കാലം, ഒരു 50 വർഷമായിട്ടുണ്ടാവും ചുരുങ്ങിയത്. 15-18 വയസ്സിലുള്ള ഒരു ഇതാണ് സിറ്റുവേഷൻ. എന്റെ കൂടെയുള്ള ഒരു സുഹൃത്തുണ്ട്, ഇന്നും എന്റെ ഒപ്പം ഉള്ള ഒരു സുഹൃത്താണ് ചന്ദ്രൻ കണ്ണോത്ത് എന്ന് പറയും. അത് പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ നമ്മളിത് എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് അടുത്ത് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ, എടക്കാട് റെയിൽവേ സ്റ്റേഷൻ, അതിന്റെ നേരെ മുന്നിൽ ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശം നമ്മൾ നിന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടൽ കാണാം, കിഴക്കോട്ട് പശ്ചിമഘട്ടത്തിന്റെ ഔട്ട്ലൈനുകൾ നമുക്ക് കാണാം. അവിടെ നിന്നാണ് നമ്മുടെ ഗാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നിൽക്കൂല, സ്റ്റാർട്ട് ചെയ്യല് മാത്രമേ ഉള്ളൂ, നിൽക്കുന്ന പ്രശ്നമില്ല. അപാരസുന്ദര നീലാകാശം അവിടെ തുടങ്ങി. ഓക്കെ. പൊന്നും പുടവയുമായി വന്നു ഭൂമിയെ പുണരും പ്രഭാതമേ, നിന്റെ പ്രേമഗാനം കേട്ടു ഞാൻ. പൊന്നും പുടവയുമായി വന്നു ഭൂമിയെ പുണരും പ്രഭാതമേ. വർണ്ണങ്ങൾ പൂവിട്ട് നിൽക്കുമീ മൺ
മണ്ഡപത്തിൽ കതിർ മണ്ഡപത്തിൽ വർണ്ണങ്ങൾ പൂവിട്ട് പൂവിട്ടു നിൽക്കുമീ മണ്ഡപത്തിൽ കതിർ മണ്ഡപത്തിൽ നാണിച്ചു നിൽക്കുന്ന ശാലിനയാമൊരു നാടൻ വധുവിനെ പോലെ ഓർമ്മയിൽ കൊള്ളുമീ ഭൂമിയെ കാണുമ്പോൾ കോരിത്തരിക്കുന്നു മെയ്യാകെ കോരിത്തരിക്കുന്നു പൂവും പൊന്നും പുടവയുമായി വന്നു ഭൂമിയെ പുണരും പ്രഭാതമേ. മഞ്ഞളമായുന്ന പൊൻവയിൽ പൂക്കുന്നോരങ്കണത്തിൽ മലരങ്കണത്തിൽ മഞ്ഞളമായുന്ന പൊൻവയിൽ പൂക്കുന്നോരങ്കണത്തിൽ മലരങ്കണത്തിൽ ഓമനിച്ചോമനിച്ചോരോന്നു ചൊല്ലിയ ഓമേനി നീ തഴുകുമ്പോ സൗവർണഗാത്രിയായി മാറുമി ഭൂമിയെ സ്നേഹിച്ചു പോകുന്നു കണ്ടു ഞാൻ മോഹിച്ചു പോകുന്നു. പൂവും പൊന്നും പുടവയുമായി വന്നു ഭൂമിയെ പുണരും പ്രഭാതമേ. പ്രിയം പ്രിയതരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ഇത്രയേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പൊ എന്ത് തോന്നുന്നു? എനിക്ക് വളരെയധികം തൃപ്തിയും മനസ്സിന് ഒരു സുഖമാണ് കിട്ടുന്നത്. ശ്രോതാക്കളുടെ മുമ്പിൽ എന്റെ ഈ ഒരു സംഭാഷണം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണിക്കും എന്റെ നമസ്കാരം കൂപ്പുകൈ. സി ശശീന്ദ്രൻ കടമ്പൂർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, ഒപ്പം മഞ്ജു മുകുന്ദൻ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്.